ഇൻഷാല്ലാ ഒരു ദിവസത്തെ എൻ്റെ ജോലിക്കൂലി ഇട്ട് തരാം. ശമ്പളം എന്താ അവിടെ ഇരിക്കണേ ഉള്ളൂ. മസ്റൂറ ഫാത്തിമയുടെ ഉമ്മയായ നജില തൻ്റെ പ്രയാസങ്ങൾ സമൂഹത്തോട് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു വീടുണ്ടാകാൻ വേണ്ടി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒരു വീടായി. ഇവർക്ക് 3 മക്കളുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് വരെ തന്നെ അങ്ങനെയല്ല, ഇപ്പോഴും താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ടാണ് അവരെ പോറ്റിക്കൊണ്ടുവന്നത്. യൂട്യൂബിൽ നിന്ന് പോലും ഇതുവരെ അവർക്കൊരു വരുമാനവും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പലരും ഇവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവരൊരു ലൈവ് വന്നാലോ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും വീഡിയോ കമൻറ്റ് ബോക്സോ എടുത്തു നോക്കിയാൽ കാണാൻ തന്നെ കഴിയും, ഞാൻ ഇത്ര രൂപ അയച്ചു, അത് എനിക്ക് തിരിച്ചു നൽകൂ എന്ന് പറഞ്ഞു വരുന്നവർ. ഇത്തരത്തിലും മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും ഒരു രൂപ പോലും സഹായിക്കാത്തവരാണ് ഇത്തരത്തിൽ അത് തിരിച്ചു ചോദിക്കുന്നത് എന്നത് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരാളെ സഹായിക്കാനും മാത്രം മനസ്സലിവുള്ളവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ ചെയ്ത സഹായം ഒരിക്കലും തിരിച്ചു ചോദിക്കാൻ കഴിയില്ല. ഈയിടയ്ക്ക് ഒരു ഉമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ വന്നുകൊണ്ട് നജിലാക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഭർത്താവുള്ളപ്പോൾ തന്നെ തൻ്റെ 2ാമത്തെ ഭർത്താവിനെ പരിചയപ്പെട്ടത് എന്നൊക്കെ പറയുന്ന ഈ സ്ത്രീയോട് നജില കമൻറ്റിലൂടെ പറയുന്നത്, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാണ് ഇവർ തങ്ങളുടെ ഭാഗം സത്യമാക്കാൻ വേണ്ടി ഇല്ലാത്ത നുണക്കഥകൾ ഉണ്ടാക്കുന്നു? യത്തീമല്ല നിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാണ് ഇവർ മുന്നോട്ട് വന്നത്. ഞാൻ പറയുന്നത് സത്യമാണെന്നും നജിലയുടെ മക്കളുടെ ഉപ്പ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ആണ് അവർ പറഞ്ഞത്. ആരാണ് യത്തീമെന്ന് നിങ്ങൾക്കറിയുമോ താത്തേ? ഷാഫി ഇമാമും അലി റളിയല്ലാഹു അൻഹുമെല്ലാം പറയുന്നത് യഥാർത്ഥത്തിലുള്ള യത്തീം നിങ്ങളാണെന്നാണ്. വെറുതെ പറയുന്നതല്ല താത്ത. യഥാർത്ഥത്തിൽ യത്തീം പിതാവില്ലാത്തവനല്ല, അറിവും സംസ്കാരവും ഇല്ലാത്തവരാണെന്നാണ് മഹാന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നജിലയെ കുറ്റപ്പെടുത്തുന്നവരും മോശം കമൻറ്റുകൾ അയച്ച് ഇവരെ ബുദ്ധിമുട്ടാക്കുന്നവരുമാണ് യഥാർത്ഥ യത്തീമുകൾ. ഇവരുടെ ജീവിതത്തിലെ പ്രയാസം കണ്ട് തന്നെയാണ് ഇവരെ പലരും സഹായിച്ചതും ഇവരെ ചേർത്ത് പിടിച്ചതും. അപ്പോഴതാ പല സ്ത്രീകളും അഹങ്കാരത്തിൻ്റെ സ്വരം ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വേദന തന്നെയല്ലേ ഇത്? എത്തരം മോശകരമായ വാക്കുകളാണ് ഇവർ പറയുന്നതെന്ന് കേട്ടോ? ഒരു ലൈവിൽ നജിലയ്ക്ക് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയട്ടെ. മൂഞ്ചിറ ബീവി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമൻറ്റ്. ആ കമൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ വീട്ടിനകത്ത് എത്ര ആണുങ്ങളുണ്ട്, നീയൊരു വ്യഭിചാരിയല്ലേ? ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. ഇത്തരം മോശം വാക്കുകൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു അന്തവും കിട്ടുന്നില്ല. ഇന്ന് എത്ര പേരാടി നിന്റെ കൊടുക്ക പിന്നെ നിന്റെ ഭർത്താവിനെയും കൂടെ കൂട്ടി 11 ആ മറുപടി അല്പം കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് എത്ര പേരാടി നിൻ്റെ കൂടെ കിടക്കാനുള്ളത് എന്നാണ് മൂഞ്ചിറ ബീവി എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന കമൻറ്റ്. ഇത്തരത്തിലാണ് പലരും ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരിക്കലും ഈ സ്ത്രീയോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറല്ലേ. അവർ തന്നെ വലിയ കഷ്ടതയിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത്. കൂടാതെ പലരും ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറയുന്നവർക്ക് നജില നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: വേറെ ആരെയും കൂടെ ഇരക്കെ കാര്യങ്ങളോ അല്ല, ഞാൻ എൻ്റെ അധ്വാനിച്ച പൈസ ഇട്ട് തരാം ഇൻഷാല്ലാ. പൈസ എനിക്ക് വേണ്ട, കാരണം എന്താ പറയുമ്പോൾ തിന്നാൻ തൊണ്ടേന്ന് ഇറങ്ങൂല. നാളെ ഞാൻ ആ പൈസ പൊക്കി പിടിച്ച് മാഴ്ചറയിൽ വരേണ്ടി വരും. ഒരു കവർ ബിസ്ക്കറ്റ് പോലും എൻ്റെ മക്കൾ കരയുന്നുണ്ട്. അല്ലാ, നിങ്ങളെ GPay നമ്പർ എൻ്റെ ഫോണിലോട്ട് ഇട്ടേക്കും. ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ ഇൻഷാല്ലാ ഞാൻ ഇട്ടുതരാം. GPay നമ്പർ, എൻ്റെ നമ്പർ ഇതാണ് 89 213 95 498. അപ്പോൾ ആ നമ്പറിലോട്ട് എനിക്ക് വാട്സപ്പ് ഇട്ടാൽ മക്കൾക്ക് ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ, എന്തെങ്കിലും മേടിക്കാനുള്ള പൈസ ഇട്ട് തരാം. എനിക്ക് ഇപ്പോൾ തന്നെ GPay ഇട്ടാൽ, പേരെന്താണ് നോക്കട്ടെ, റജീനാത്ത, GPay ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കണേ കേട്ടാ. സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ GPay നമ്പർ ഒന്ന് ഇങ്ങോട്ട് ഇട്ടുതരാം ഇൻഷാല്ലാ. ഞാൻ ഇപ്പം തന്നെ ഈ ലൈവ് നിർത്തിയിട്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ GPay ഇട്ട് തരാം. മക്കൾക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാനുള്ളത് മേടിച്ച് ഇട്ട് തരാം ഇൻഷാ. റജീനാത്ത, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന്. വേറെ ആരെയും കൂടെ ഇരക്കെ കാര്യങ്ങളോ അല്ല, ഞാൻ എൻ്റെ അധ്വാനിച്ച പൈസ ഇട്ട് തരാം ഇൻഷാല്ലാ.